ഇന്ന് മുതൽ നമ്മളൊരു 15 ദിവസത്തെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നിങ്ങളിൽ ഒരുപാട് പേര് കുറേ ആയിട്ട് എന്നോട് ചോദിക്കുന്ന കാര്യമാണ്. എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ടും കുറച്ച് ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഹെയർ കെയർ ഇതുവരെ ചെയ്യാതിരുന്നത്. അപ്പൊ ഇന്ന് മുതൽ നമുക്ക് ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്റെ കൂടെ ചലഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്റെ കൂടെ കൂടാട്ടോ. പിന്നെ എന്റെ മുടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൊത്തം ഉള്ളു പോയിരിക്കുകയാണ്. മുടി കൊഴിച്ചിൽ എനിക്ക് അങ്ങനെയില്ല, പക്ഷെ മുടി നന്നായിട്ട് പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു വർഷമായിട്ട് ഞാൻ കറക്റ്റായിട്ട് ഹെയർ കെയറും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഞാൻ കുഴൽക്കിണർ വെള്ളമാണ് കേട്ടോ മുടിയിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ഡ്രൈനസും മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമൊക്കെ എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പൊ ഇന്ന് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമായതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ മുടി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, മുടിയുടെ അറ്റം മാത്രം നല്ല സ്പ്ലിറ്റൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കട്ട് ചെയ്തിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇന്ന് ഒന്നാമത്തെ ദിവസം നമ്മൾ ആദ്യം തന്നെ മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഏത് ഓയിലാണോ മുടിയിൽ ഉപയോഗിക്കുന്നത് അത് എടുക്കുക. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് കരിഞ്ജീരകം കാച്ചിയ എണ്ണയാണ് കേട്ടോ. ഈ എണ്ണ തയ്യാറാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റമിൻ ഇ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ചലഞ്ചിൽ അങ്ങനെ ഇന്ന സാധനങ്ങൾ കിട്ടിയേ തീരൂ അങ്ങനത്തെ നിർബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ഓയിൽ ചേർക്കുക, ഇല്ലെങ്കിൽ വെറുതെ ഓയിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഓയിലേക്ക് കാസ്റ്റർ ഓയിൽ ചേർക്കണമെന്ന് താല്പര്യമുള്ളവരാണ്, കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുറച്ച് കാസ്റ്റർ ഓയിൽ ചേർത്തിട്ട് എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മുടിയിൽ നന്നായിട്ട് തന്നെ ഞാൻ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഒരു മസാജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുടി കെട്ടി വെക്കാം. ഓയിൽ തേച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മുടി കഴുകുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. ആ സമയം കൊണ്ട് നമുക്ക് നാച്ചുറൽ കണ്ടീഷണർ തയ്യാറാക്കാം കേട്ടോ. ഒരു സ്പൂൺ അലവേറ ജെൽ എടുത്തിട്ടുണ്ട്. വാങ്ങിക്കുന്ന അലവേറ ജെല്ലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്രഷ് ഉണ്ടെങ്കിൽ അത് എടുക്കാം. അതിനകത്തേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റമിൻ ഇ 2 എണ്ണൊക്കെ ഒരു ദിവസം മുടിയിൽ ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതാണ് നമ്മുടെ മുടിക്ക്. അപ്പോൾ ഇതാ കണ്ടീഷണർ റെഡി ആയിട്ടുണ്ട്. കെമിക്കൽ കണ്ടീഷണർ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഷാമ്പു എൻ്റെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ പാക്കറ്റ് ഷാമ്പു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഷാമ്പു ആണെങ്കിലും കുഴപ്പമില്ല, മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ആയിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഷാമ്പു ഉപയോഗിച്ചിട്ട് ആദ്യം നന്നായിട്ട് തന്നെ നമുക്ക് മുടി ഒന്ന് കഴുകിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടീഷണർ ഉപയോഗിക്കാം കേട്ടോ. കണ്ടീഷണർ കെമിക്കൽ കണ്ടീഷണർ ആണെങ്കിൽ നമ്മൾ മുടിയുടെ മിഡ് ലെങ്ത് മുതൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് മുടിയിലും സ്കാൽപ്പിലൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ കണ്ടീഷണർ ഉപയോഗിക്കാതെ ഒരിക്കലും കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കരുത്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഷാമ്പു ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. നമ്മുടെ ചലഞ്ചിൽ നമ്മൾ അങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ കണ്ടീഷണർ നമ്മുടെ മുടിയിൽ തേച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയണം കേട്ടോ. പിന്നെ ഒന്നാമത്തെ ദിവസം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് മുടിയിൽ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 15 ദിവസത്തെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ആണ്. അതിനകത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നമ്മൾ മുടിയിൽ പാക്ക് ചെയ്യുക. അന്നത്തെ ദിവസം ആയിരിക്കും കേട്ടോ നമുക്ക് വീഡിയോസ് ഉണ്ടാവുക. അപ്പൊ ഞാനിതാ മുടിയൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ഒന്നാമത്തെ ദിവസം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മൾ മുടിയിൽ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല. അന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടൊക്കെ ആയതുകൊണ്ട് മുടി കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. വെറുതെ വെള്ളത്തിൽ ഒന്ന് മുടി കഴുകി എടുത്താൽ മാത്രം മതി. പിന്നെ മൂന്നാമത്തെ ദിവസം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചലഞ്ചിൽ ഡേ 1 ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.